Hello friends, welcome back to my channel NS2 Tech. In this video, informative video. Play Store le 8 application Facebook password ചോർത്തുന്ന application ആണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷന്റെ പേരും കാര്യങ്ങളൊക്കെയാണ്. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായ നിങ്ങളുടെ പാസ്വേഡ് ചോർത്താനും സാധ്യതയൊക്കെ ഉണ്ട്. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ്സ് നോക്കി കഴിഞ്ഞാൽ 5 മില്യൺ ഡൗൺലോഡ്സും അതിന്റെ വേറെ ഡൗൺലോഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ചോർത്തുന്ന ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. പിന്നെ കുറച്ച് ആൾക്ക് ഈ പാസ്വേഡ് എങ്ങനെയാണ് ചോർത്തുന്നത് എന്നതും കൂടി ഞാൻ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നതാണ്. ഇത് അവസാന ഭാഗമായിട്ട് പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകും, ഉപകാരപ്രദമാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി ഓളം തന്നെ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് നമ്മൾ ചോർത്തുന്നതെന്ന് നോക്കാം. നമ്മൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മളുടെ ആപ്ലിക്കേഷനിൽ പെർമിഷനൊക്കെ നമ്മൾ അലോ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പെർമിഷനൊക്കെ അലോ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളുടെ ഡാറ്റകൾ കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടുന്നതാണ്. അതിലൂടെ നമ്മളെ ഫേസ്ബുക്ക് ചോർത്തപ്പെടാനും പിന്നെ അവർ നമ്മളുടെ ഫേസ്ബുക്ക് ഉപയോഗിക്കാനും പല തെറ്റായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനൊക്കെ സാധ്യതയുണ്ട്. കാരണം എങ്ങനെയാണെന്ന് വെച്ചപ്പോൾ നിങ്ങളുടെ പാസ്വേഡ് എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാനത് ചിലപ്പോൾ നല്ല കാര്യങ്ങൾക്കായിരിക്കും ഉപയോഗിക്കുന്നത്, ചിലപ്പോൾ തെറ്റായ കാര്യങ്ങൾക്കായിരിക്കും ഉപയോഗിക്കുന്നത്. പിന്നെ അവർ നമ്മളുടെ സുഹൃത്തുക്കൾ വിചാരിക്കുന്നത് എന്താണ്, ഞാനാണ് ഈ പോസ്റ്റുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതെന്നായിരിക്കും അവർ വിചാരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളുടെ മൊബൈൽ ഫോൺ മറ്റുള്ള ആർക്കെങ്കിലും കൊടുത്താൽ നമ്മളുടെ മൊബൈൽ ഫോൺ മറ്റുള്ളവരുടെ കയ്യിലായിരിക്കും. അത് ഞാനൊന്ന് മെസ്സേജ് അയച്ച് നോക്കിക്കഴിഞ്ഞാൽ മറ്റുള്ളവർ നമ്മളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും മെസ്സേജ് അയച്ചാൽ പിന്നെ അത് നമ്മൾ അയക്കുന്നതായിരിക്കും മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പാസ്വേഡ് അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ ഫേസ്ബുക്കിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെങ്ങനെയാണ് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെ അവർക്കും നമ്മളുടെ ഫേസ്ബുക്ക് ഉപയോഗിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അങ്ങനെ തെറ്റായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ വാട്സപ്പിൽ ചെയ്ത പോലെ തന്നെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷനും ഉണ്ട്, അക്കൗണ്ട് വെരിഫിക്കേഷനൊക്കെ ഉണ്ട്. അതൊക്കെ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ അതുപോലെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അതൊന്ന് സേഫ്റ്റി ആക്കി വെക്കുക. അങ്ങനെ വെച്ചതിന് ശേഷം നിങ്ങൾ ഫേസ്ബുക്ക് പാസ്വേഡ് നല്ല ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്ത പാസ്വേഡൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക. പക്ഷേ ഇതിലൂടെ കുറച്ചൊക്കെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞു തരുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ പെട്ടെന്ന് ഇൻസ്റ്റാൾ ചെയ്യരുത്. അങ്ങനെ നിങ്ങൾ എപ്പോഴെങ്കിലും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായാൽ അത് ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ വർക്കാവുന്നതിനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ പോയി അത് ഡിലീറ്റ് ആയി കളയണം. അതിനെക്കുറിച്ചുള്ള വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഐ ബട്ടണിലോ താഴെ ഡിസ്ക്രിപ്ഷനിലോ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ആപ്ലിക്കേഷൻ്റെ പേര് ഏതൊക്കെ ആപ്ലിക്കേഷനാണ് അതൊക്കെ ഞാനിവിടെ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഒന്ന് ലോക്ക് സ്ക്രീനിൻ്റെയാണ്. ഈ ലോക്ക് സ്ക്രീനിൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ ഈ ആപ്ലിക്കേഷനൊക്കെ ഹൈഡ് ചെയ്ത് വെക്കാനുള്ള ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഫേസ്ബുക്ക് പാസ്വേഡ് ചോർത്താനും ഒക്കെ സാധ്യത വളരെയധികം കൂടുതലാണ്. ഇതിപ്പോൾ കുറച്ച് ആപ്ലിക്കേഷനൊക്കെ സ്റ്റോറിൽ നിന്ന് ഡിലീറ്റ് ആക്കി കളഞ്ഞിട്ടുണ്ട്. എന്നാൽ കൂടി ഈ ആപ്ലിക്കേഷനൊക്കെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. കുറച്ച് ആപ്ലിക്കേഷനിൽ ഇതിൻ്റെ സാധ്യത കണ്ടിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ ഈ സ്ക്രീനിലൊക്കെ കുറച്ച് ആപ്ലിക്കേഷൻ്റെ പേരും കാര്യങ്ങളൊക്കെ എഴുതി തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് കൂടുതലായിട്ട് കാണാൻ പറ്റില്ല, ഞാൻ കമ്മ്യൂണിറ്റി ടാഗിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ്റെ വിവരങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. നിങ്ങളൊന്ന് കമ്മ്യൂണിറ്റി ടാഗിൽ നോക്കിയിട്ട് ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ എപ്പോഴെങ്കിലും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്നൊക്കെ നോക്കുക. ഇത് ഞാൻ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ആകൃതിയാണ് നമുക്ക് വേണ്ടതല്ലേ. നമ്മൾ മൊബൈൽ ഫോണിൽ ഇപ്പോൾ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് നോക്കുക. നിങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി ഒക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ, ഫേസ്ബുക്കൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിലൊക്കെ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാലും ഞാൻ പെട്ടെന്ന് റിപ്ലൈ ഒക്കെ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഫേസ്ബുക്ക് പാസ്വേഡ് എങ്ങനെ ചോർത്തുന്നതെന്ന് നമുക്ക് നോക്കാം. പക്ഷേ നിങ്ങൾ ഇതൊരു കാരണം വെച്ചാൽ നിങ്ങൾ തെറ്റായ രീതിയിൽ ഉപയോഗിക്കാനോ തെറ്റായ രീതിക്ക് പോകാനോ ഒന്നും നോക്കരുത്. നോക്കിക്കഴിഞ്ഞാൽ എനിക്കും എൻ്റെ ചാനലിനും അത് ബാധിക്കുന്നതായിരിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ തെറ്റായ രീതിയിൽ പോകാതെ നിങ്ങൾ നല്ല രീതിയിൽ മാത്രം ഇത് ഉപയോഗിക്കുക. പിന്നെ നിങ്ങളുടെ ഏതെങ്കിലും പാസ്വേഡ് മറന്നുപോയാൽ നിങ്ങൾക്ക് ഈ ട്രിക്കൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ഇതിൻ്റെ ഫുൾ ട്രിക്ക് ഞാൻ പറഞ്ഞു തരുന്നില്ല. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരികയുള്ളൂ. ഫുൾ ട്രിക്ക് പറഞ്ഞു തന്നാൽ അത് ഭയങ്കര സീനാവാനുള്ള സാധ്യതയുണ്ട്, വളരെയധികം കൂടുതലാണ്. ഇപ്പോൾ സൈബർ കുറ്റകൃത്യങ്ങളൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാനിത് ഫുള്ളായിട്ട് കാണിച്ചു തരുന്നില്ല. ഞാൻ കുറച്ച് ഭാഗങ്ങളായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങളത് നോക്കുക. നിങ്ങൾ അങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്കും കാര്യങ്ങളൊന്നും ഞാൻ കൊടുക്കുന്നില്ല. ഈ ആപ്ലിക്കേഷൻ്റെ പേരും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഈ ആപ്ലിക്കേഷൻ ഞാനൊന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിച്ചു തരാം. അത് ആപ്ലിക്കേഷൻ ഏതാണ്. നിങ്ങളത് ഇൻസ്റ്റാൾ ചെയ്യാനൊന്നും നിൽക്കരുത്. ജസ്റ്റ് നിങ്ങൾക്ക് എങ്ങനെയാണ് പാസ്വേഡ് അറിയുന്നതെന്ന് നോക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതൊന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് തന്നെ കാണിച്ചു തരാം.
അപ്പോൾ ഞാൻ ഇന്ന് എനിക്കൊരു മൂഡിലായിരുന്നു വീഡിയോ ചെയ്യാൻ. ഇന്ന് വീട്ടിൽ എന്തൊക്കെ പണിയുണ്ട്, അതുകൊണ്ട് വീട്ടിലിരുന്ന് വീഡിയോ ചെയ്യാനൊന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പുറമേ നിന്ന് വീഡിയോ ചെയ്തിരുന്നത്. ഞാൻ എപ്പോഴും വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതൊരു വയലാണ്, ഇവിടെ ഞാൻ എപ്പോഴും വന്നിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഞാനിന്ന് ഇത് ചെയ്യാനുള്ള കാരണം ഇത് നിങ്ങൾക്കൊരു ഇൻഫോർമേറ്റീവ് ആയിരിക്കും. ഇപ്പോൾ ഈ ആപ്ലിക്കേഷനൊക്കെ കയറ്റുന്നവരെന്തായാലും നിങ്ങൾ അതൊന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. ആപ്ലിക്കേഷൻ വെറുതെ അൺഇൻസ്റ്റാൾ ചെയ്താലൊന്നും പോരാ. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലോ ഐ ബട്ടണിലോ ആ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് പോയി വാച്ച് ചെയ്യുക. അത് വാച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ അങ്ങനെ അൺഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കുക. എന്നിട്ട് നിങ്ങൾ ഫേസ്ബുക്ക് ചോർത്തപ്പെടുന്നുണ്ടെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടായാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. മറ്റുള്ള ഫ്രണ്ട്സിന് എന്തായാലും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു 2 ആൾക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്കും കൂടി ഇതൊരു അറിവായിരിക്കും. അവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലത്തെ ടെക്നോളജി വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാൻ എൻ്റെ ചാനൽ മറക്കാത്തായി പോയി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി ഓൺലൈൻ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ ടെക്നോളജി വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല. മറ്റൊരു വീഡിയോ കണ്ടുമുട്ടുന്നവരെ ബൈ.